മേൽമുറിയാണെന്ന് ഞങ്ങൾ താമസിച്ചൊരു നാട്. മേന്മയേറെ പറയുവാനുണ്ടെന്ന് കേൾക്കാൻ പോര്. ചുമടുമായി നടന്ന് കാലം തീർത്തതാണൊരു പാട്. കണ്ണ് നനയാതോർത്തിടാൻ കഴിയില്ല നല്ല കാലം. പൊഴുതനയിലേക്ക് റേഷൻ വാങ്ങുവാനായി പോകും. തലയിലേറ്റി മുകളിലേക്ക് ഞങ്ങളും നടക്കും. ക്ഷീണമൊന്ന് മാറ്റിടാനായി പലതവണ ഇരുന്ന്. ഇപ്പോഴാ കാലങ്ങളോർത്തൻ കൽവകം പിടഞ്ഞ്. മേൽമുറിയാണെന്ന് ഞങ്ങൾ താമസിച്ചൊരു നാട്. മേന്മയേറെ പറയുവാനുണ്ടൊന്ന് കേൾക്കാൻ പോര്. കാലം മാറി ടാക്സി കേറി മേൽമുറിയിലേക്ക്. ആലിന്മേലഞ്ചെന്ന രീതിയിൽ മൊത്തം 12 അപ്പോഴും ജീപ്പിൽ കയറാതെ നടന്നിടുന്നയ്യൻ. നടത്തമാരോഗ്യത്തിനുത്തമം അയ്യനും തെളിയിച്ചു. സെല്ല് ചാർജും തയ്യലുമായി നമ്മുടെ സുലൈമാനി. തൊട്ടടുത്ത ഹോട്ടലിലെ കുരുക്കളിൻ്റെ മോന്. ഉമ്മറിക്കയും കുഞ്ഞാൻ കാക്കയും സത്താറിനും കടയാണ്. നന്മയുള്ളൻ്റെ നാടിനെ മറക്കില്ല ഞാനുള്ള കാലം. മേൽമുറിയാണെന്ന് ഞങ്ങൾ താമസിച്ചൊരു നാട്. മേന്മയേറെ പറയുവാനുണ്ടെന്ന് കേൾക്കാൻ പോര്. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞോരാണ്. ഓണം വരണുണ്ട്, പെരുന്നാളോ ഉണ്ട്, എന്നാലും ഓലക്കൂടി പോലും കാലത്ത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞോരാണ്. ഓണം വരണുണ്ട്, പെരുന്നാളോ അന്നുണ്ട്, എന്നാലും പട്ടിണി
അന്നിൻ്റെ ഉള്ളിൽ തേങ്ങലൊതുക്കിയിട്ട് വെച്ചു വിളമ്പുള്ളോരും പണിയാളെ മാസം ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങലൊതുക്കിയിട്ട് വെച്ചു വിളമ്പുന്നോരും പണിയാളെ മാസം എന്നാലും കഞ്ഞിക്കരിയുമില്ല ഓലക്കൂടിൽ പോലുമില്ലാത്തൊരു കാലത്ത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞോരാളെ ഇന്ന് ഞങ്ങൾക്കെല്ലാം കൂടാനും വീടായി താങ്ങും തണലും ഇന്നില്ലാതെയാ ഉമ്മതന്നുള്ളിൽ ഏറിയോരാഗ്രഹം സ്വന്തമായി വീടൊന്നും കൂടി കാണാൻ ഇന്ന് ഞങ്ങൾക്കെല്ലാം കൂടാനും വീടായി താങ്ങും തണലും ഇന്നില്ലാതെയാ ഉമ്മരണ്ടുള്ളിലേറിയോരാഗ്രഹം സ്വന്തമായി വീടൊന്നിൽ കൂടി കാണാൻ ഓലക്കൂടിൽ പോലുമില്ലാത്തൊരു കാലത്ത് കുത്തിപ്പിടിച്ചു കഴിഞ്ഞോരാളെ ഓണം വരണുണ്ട് പെരുന്നാളോ എന്നാലും പട്ടിണി മാറലില്ല
അതന്നെ ഞാൻ ഓരോരോ ഇതിലും ഇതൊക്കെ പിന്നെ ചെയ്യാ. ഇപ്പൊ വന്നോരാദ്യം കാണണ്ടേ. ചെക്കനും ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു അല്ല മനസ്സിലായി. എവിടെയും കണ്ട ഓർമ്മ അല്ല അത് ബസീല് ജുമയില ഇത് നമ്മള് ഉണ്ടാക്കാനും മോളും അതാണ് ഓളാണ്. അനക്കതിന് ഇവരൊക്കെ അറിയും. മക്കളൊന്നും ആരാന്നും മനസ്സിലാക്കില്ലല്ലോ. നമ്മൾ ആദ്യം ഉള്ളപ്പോഴും പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. റസിയാനൊക്കെ കണ്ടില്ല. റസിയാനൊക്കെ കണ്ടു. മസാല കണ്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. ഒരു നോക്കണല്ലോ അതിന്റെ
ഞാൻ അതിലേറെ ഞാൻ എന്നും നെയ്ച്ചോട് പറഞ്ഞു അവളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഉറക്കത്തിൽ പിന്നെ ഞാൻ അവിടെ വിരിച്ചിട്ടപ്പോ കൂട്ടായ്മ 2025 സ്നേഹസംഗമം 2025 ഉദ്ഘാടന സെഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രോഗികളല്ലാത്ത മുഴുവൻ ആളുകളും
അതൊന്നും കുഴപ്പമില്ല. ആ വിജയത്തിന്റെ മുന്നോടിയാണ് മഴ. ഞാൻ അവിടെ വന്ന് ചേർന്ന് കേട്ടോ 10 മിനിറ്റ് പോവാ. ഈ യാതൊന്നും പോകുന്നുണ്ട് അതുകൊണ്ട് Thank
അവിടെ ഇപ്പം ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരെ, പ്രായമുള്ള ആളുകൾക്ക് ഫ്രണ്ടിലിരിക്കുന്നതിന് വേണ്ടി മറ്റുള്ള പ്രയാസമില്ലാത്ത ആളുകൾ പുറകിലേക്ക് ഇരിക്കുന്നു. പ്രയാസങ്ങളില്ലാത്ത ആളുകൾ പുറകിലേക്ക് ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് മുഴുവൻ ആളുകളും നമ്മൾ സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങോട്ടുണ്ടോ വണ്ടി ഇങ്ങോട്ടുണ്ടോ? കുറച്ച് പിന്നീട്
ഇവിടെ ചെയ്യണം. അവിടെ ആൾക്കാർക്ക് കയറാൻ കഴിയില്ല. ഇവിടെ ചെയ്തോട്ടോ. രാജേഷിനോട് പറഞ്ഞു. അല്ല ഇവിടെ വേറെ അവിടെയൊക്കെ ഇരുന്ന് കഴിക്കാം. പിന്നെ വണ്ടി വെക്കൂല. ഇവിടെ വെച്ചോ, ഞാനതാ പറഞ്ഞു. ഞാനൊന്നും അറിയില്ല. ഞാൻ മറ്റേ അവിടെയുള്ള മുട്ടായി കിട്ടവർ അസിസ്റ്റോട് പ്രിയമുള്ള മേൽമുറിയിലെ 2025 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും നമ്മുടെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ ഇരുന്നു കൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
7 മണിക്കല്ലേ ഇത്? ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഈ പരിപാടിയുടെ ചെയർമാൻ സുലൈമാൻ പി.കെ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ സംഘാടക സമിതിയുടെ ജോയിന്റ് കൺവീനർ അയ്യൂബ് പൂന്തോടൻ. ഈ പരിപാടിയിൽ അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന തലത്തിൽ ബി ഗ്രേഡ് നേടിയ അജ്മൽ മോനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി വേദിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോഹരമായി സുഖേമനായി ഭവിക്കണം. ഇക്കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോഹരമായി സുഖേമമായി ഭവിക്കണം. ജന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. നമ്മുടെ നാട്ടിൽ അധിവസം തുടങ്ങി നമ്മൾ എത്തി നിൽക്കുന്ന സാമൂഹിക പുരോഗമനത്തിന് വേണ്ടി പ്രയത്നിച്ച് മൺമറഞ്ഞ ആളുകളുടെയും നമ്മുടെ പൂർവികരായ മുഴുവൻ ആളുകളുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ മേൽമുറിക്ക സ്നേഹസംഗമം പരിപാടിയുടെ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഒരു മിനിറ്റ് എണീറ്റ് നിന്നുകൊണ്ട് സഹകരിക്കുക.
അടുത്തതായി ഈ വേദിയിൽ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സംഘാടക സമിതിയുടെ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ഈ സംഗമത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി നമ്മുടെ ഈ പരിപാടി കേട്ടറിഞ്ഞ് ഇതിനോട് സഹകരിച്ച് വന്ന ഒരുപാട് ആളുകൾക്കുണ്ട്. അവർക്ക് പ്രത്യേകം അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ പരിപാടിയുടെ ചെയർമാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹനിധികളായ മേൽമുറി നിവാസികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരിമാരെ, മക്കളെ, നമ്മൾ മേൽമുറിക്കാർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവും നമ്മൾ എങ്ങനെയാണോ ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത്, ഇവിടെയും കുറിച്ചിറമലയുമായിട്ട് ഉള്ള ഒരു അഭിവാജ്യ ബന്ധം നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണോ നമ്മളിവിടെ ജീവിച്ചിരുന്നത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ അവർ പല സമയത്തും വരുന്ന സമയത്ത് നമ്മോട് പറയുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയാൽ കഴിഞ്ഞു, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ച ആ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സഹായമോ സഹകരണങ്ങളോ ഒന്നും ഞങ്ങൾ പോയ ഭാഗത്തൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നിരന്തരം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംഘാടക സമിതി മുന്നിട്ടിറങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വേദി, ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മുടെ ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അതിന് രംഗത്തിറങ്ങുകയും അവരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള പല രോഗികളും അവരെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉമ്മാൻ്റെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി. അപ്പം നമ്മൾ കണക്കൂട്ടുന്നത് ഇങ്ങനെ അവർ ചോദിക്കുമ്പോൾ അവർ പരസ്പരം കാണാൻ, ഇവിടെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തിരുന്നവർ പരസ്പരം കാണാനും അവർക്ക് സംസാരിക്കാനുമുള്ള ഒരു വേദിയല്ല. നമ്മുടെ ഉമ്മമാരൊക്കെ ജോലി ചെയ്തവർ അവർ പരസ്പരം വന്ന് കണ്ടുമുട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ട് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനിക്കാം. കാരണം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാരെ ഏറ്റെടുത്തു. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തു പോയ ആളുകൾ, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ, എല്ലാവിധ സഹായവും അകമായ സഹായമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ എസ്റ്റേറ്റ് വാർഡുകളിൽ താമസിക്കുന്നവരാണ് ഇതുപോലെ ഈ സംഗമമൊക്കെ നടത്താറുള്ളത്. കാരണം ഒരു നിശ്ചിത സമയത്ത് 19 ശേഷം വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്നും പകുതിയിൽ കൂടുതൽ ആളുകളും മറ്റ് ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. അത് നമ്മുടെ ഈ നാടിന് തന്നെ വലിയൊരു ക്ഷീണമായിട്ട് മാറി. നമുക്ക് ആ ഒരു കാര്യം വളരെ വലിയ ഗൗരവത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കാണാറുള്ളത്. കാരണം നമ്മൾ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളരെ വലിയ പാറയിൽ താമസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 28 വർഷങ്ങൾക്ക് മുമ്പ് ടൈലർ പണിയായിട്ട് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം സഹായിക്കുന്ന ഒരു രോഗിയാണെങ്കിലും, രോഗിയെ സന്ദർശിക്കുന്നതിനും, അല്ല ഒരു വിവാഹമാണെങ്കിലും ഒരു മരണവീടാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ അധിവസിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, പോയ നാട്ടിലുള്ള ആളുകൾ നമുക്ക് വലിയൊരു അംഗീകാരമോ അല്ലെങ്കിൽ നമുക്ക്
ഒരു സഹായം ഒന്നും ലഭിക്കാത്തൊരു സ്ഥിതി. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയാം, നമ്മളെ എം ടി സൂപ്പർവൈസറുടെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹം ഞങ്ങളോട് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കാരണം ഇത്രയും നല്ല പ്രതാപത്തിൽ ജീവിച്ച അദ്ദേഹം ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടമായി പോകും. മകൻ മരിച്ചു, കുടുംബം അന്യാധീനമായി കിടക്കുന്ന സമയത്ത് തൻ്റെ അയൽവാസികൾ ഈ നാട് വിട്ടു പോയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പനമരം ഭാഗത്തേക്കൊക്കെ പോയ ആളുകൾ അവരോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങളുടെ വീടൊക്കെ നശിച്ചു പോയി ഉരുൾപൊട്ടൽ, അല്ലെങ്കിൽ ഞങ്ങളും ആ നാട്ടിൽ തന്നെ ഇനിയും വന്ന് താമസിക്കും, നമുക്ക് വേറെ എവിടെ പോയാലും ഇവിടെ താമസിച്ച ഒരു അനുഭവം അത് ലഭിക്കുകയില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ നാട് ഈ രീതിയിലേക്ക് അകപ്പെട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഗൗരവമായിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒന്ന്, നമ്മുടെ ഈ നാട്ടിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിച്ച് പുറത്തേക്ക് പോയ ആളുകളുടെ വീടുകളൊക്കെ അതിൻ്റെ കാരണത്താൽ പൊളിച്ചു മാറ്റാൻ അനുവദിക്കാൻ പാടില്ല. കാരണം നമുക്ക് മഴയില്ലാത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കണം. നമ്മൾ പുറത്ത് പോയ ആളുകൾ 5-10 സെൻറ്റ് സ്ഥലം എടുത്തിട്ടാണ് പുറത്തൊക്കെ പോയിട്ട് താമസിക്കുന്നത്. അവർ വരുമാന മാർഗം മുഴുവൻ ഉള്ളത് നമ്മുടെ ഈ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ വാസയോഗ്യമായ വീടുകളുള്ള ആളുകൾ അവർ വീട് ഇടയ്ക്കൊക്കെ വരികയും അതുപോലെ തന്നെ അവിടെ താമസിക്കാനുള്ള സമയത്ത് താമസിക്കണം. വലിയ മഴയുള്ള സമയത്ത് നമുക്കറിയാലോ, സ്വയം സുരക്ഷിതർ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ മാറി താമസിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വലിയൊരു അനുഭവമായിട്ടാണ് പല ആളുകളും നമ്മളൊക്കെ പറഞ്ഞത്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല ഭാഗത്തേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ട സ്ത്രീകൾക്കൊക്കെ ആ ഒരു കൂട്ടായ്മയിലൂടെ അവരുടെ ഒരു ആദ്യത്തെ സൗഹൃദം പുതുക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നിലനിർത്തി കൊണ്ടുവരണം. അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഒരു യുവാക്കളുടെ കൂട്ടം ഒരു പുറത്തൊക്കെ അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും നമ്മളെ സംഘടനയിലേക്ക് വന്നിട്ടുണ്ട്. പല ആളുകൾക്കും നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെയുള്ള എല്ലാവരും കനുവിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ മാസം അതിൽ 100 രൂപ അടച്ച് സഹകരിക്കുകയും ചേരാത്തവരൊക്കെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകണം എന്നും കൂടി എനിക്കിവിടുന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ എല്ലാവർക്കും ഈ കണ്ട സന്തോഷം, അതായത് ഈ രോഗികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആ ഉള്ളൊരു സന്തോഷം വളർത്തിയെത്തിയ ആ ഒരു പ്രസ്ഥാനം കനിവ്, അത് നമ്മൾ നല്ലപോലെ മുറുകെ പിടിക്കണം. അതിലെല്ലാവരും സഹകരിക്കണം. തുച്ഛമായ ഒരു 100 രൂപയാണ് നമ്മൾ അതിന് മാസം കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്ക് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രായം ചെന്ന ദമ്പതിമാരാണ് നമ്മുടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അവർ 2 പേരും കൂടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ
പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. വളരെ സ്നേഹപൂർവ്വം മാധവേട്ടനെയും കുടുംബത്തെയും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ്. അതെ, ഞാൻ ഇത് കടാലെ ഒരു സംഭവത്ത് വന്നിട്ട് ഒരു പണി ചെയ്യണതാണിത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഒരു സന്തോഷത്തിൽ നിങ്ങൾ ചെയ്തു തരണം എന്ന് ഞാൻ നിങ്ങളെ ഇത് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പോയി ഒരുപാട് കാലമായി. അപ്പോൾ എനിക്ക് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും പെരുവയലിലേക്ക് എടുക്കുമ്പോൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴും പെര വിറ്റ് സ്ഥലം എടുത്തു, അതിലൊരു പെര കയറ്റി എനിക്ക് പോവുകയാണെങ്കിൽ വണ്ടിക്കൂലി അങ്ങോട്ട്. അപ്പം ഇനി ഉദ്ഘാടനം ചെയ്യാൻ എല്ലാ ആൾക്കാർക്കും സന്തോഷത്തോടുകൂടി ഞാൻ എല്ലാവരോടും സ്വാഗതം പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തില്ലേ? ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പരിപാടി. അതുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യുന്നത് ഞാൻ നിർത്തി കഴിഞ്ഞു. ഇതോടുകൂടി ഞാൻ അവസാനിച്ചത്. താങ്ക് യു മാധവേട്ടൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഈ പരിപാടി പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഷെഡ്യൂൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതായത് ഇതിൽ ആശംസകൾ അർപ്പിക്കുക എന്നതാണ്. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ആരെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ വരുന്ന സംസാരിക്കാൻ കഴിവുള്ള ആളുകളെയൊക്കെ കാണുക, അവരെ കൂടെ ഒന്നിരിക്കുക, സംസാരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് തന്നെയാണ് അനുവാദം ചോദിക്കുന്നത്. എനിക്ക് 2 മണിക്ക് കോഴിക്കോട് നിന്ന് ട്രെയിൻ ഉണ്ട്. ഞാൻ ഒരു കാസർഗോഡ് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു നഷ്ടം എനിക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എത്തിയത്. ഏതായാലും ഇവിടെ കണ്ടതിലും ഇങ്ങനെ ഈ ചടങ്ങ് ഇങ്ങനെ സംഘടിപ്പിച്ചതിലും ഞാൻ ഓർക്കുന്നു, ഇത്രയും മനോഹരമായിട്ട് ഈ മേൽമുറിയിൽ ഞാൻ ഈ തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ആശയം രൂപപ്പെടുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഇത്രയും മനോഹരമായിട്ട് നിങ്ങളിത് സംഘടിപ്പിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയാണ് എന്നുള്ളതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഏതായാലും ഇവിടെ എത്താൻ കഴിഞ്ഞതിലും കൂടെ സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. എല്ലാവരും, ബാക്കി എൻ്റെ കാര്യം പ്രിയപ്പെട്ട ശശി സാർ ഇവിടെ ഉണ്ട്, ഞാൻ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, സാറ് പറയും. പിന്നെ ഒരു കാര്യം കൂടെ സാർ ഇവിടെ ഉള്ളതുകൊണ്ട് പറയാണ്, നമ്മുടെ മേൽമുറിക്കാരെല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ. താങ്ക് യു. അടുത്തതായിട്ട് മെയിലത്ത് സംസാരിക്കും. ശ്രദ്ധിക്കുക, വേദിയിലിരിക്കുന്ന ആളുകൾ നമ്മുടെ ഒരു ഉദ്ഘാടന സെക്ഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ഒഴിവാക്കി ഇവിടെ സംസാരിക്കുന്നത് കൃത്യമായി കേൾക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്ത മാധവേട്ടൻ, കല്യാണിച്ചി നിന്ന് പിന്നെ തൽക്കാലം നമ്മുടെ അനിവാര്യത മൂലം വിടവാങ്ങുകയാണ്. സാറിന് വേണ്ടിയിട്ടും കൂടെ നമുക്കൊരു ദിവസം ഇവിടെ കൂടണമെന്ന് വളരെ വിനയപുരസരം മേൽമുറി സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള, മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവര്,
അതിമനോഹരമായ അതിജീവനത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും മേഖലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ പ്രദേശത്ത് 2018 നമ്മുടെ ഉരുൾപൊട്ടലിൽ നമുക്കധികം വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൽ നമുക്കാർക്കും ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകൾക്ക് മാറിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട്. ആയതിനാൽ നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിയിട്ടുള്ള മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ പേരിലും ഈ 13ാം വാർഡിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മുഴുവൻ സംഘാടകർക്കും അഹോരാത്രം 1 മാസത്തോളമായി ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ശശി സാറ് 2 വർഷം ചേർന്നു. വേദിയിലും സദസ്സിലുമുള്ള കുറിച്യാർമല മേൽമുറി സേട്ടുകുന്നിലെ സഹോദരങ്ങളെ, 2016 ജൂൺ 6 മുതലാണ് കുറിച്യാർമല എന്ന് പറയുന്ന പ്രദേശം എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. അന്ന് മുതൽ ഇന്നോളം ഞാൻ ഈ പ്രദേശത്തെയും പ്രദേശത്തുകാരെയും ഓർക്കാത്ത ദിവസങ്ങൾ ഇല്ല. അതിന് കാരണം ആണ് എൻ്റെ മുന്നിൽ കാണുന്ന സ്നേഹസാഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും.